യെസ്, ഇവിടെ കൊല്ലത്ത് കളക്ടറേറ്റ് മാർച്ചിലും അവിടെയും സമാന സാഹചര്യമുണ്ട് എന്നാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. അവിടെയും മതിൽ ചാടിക്കടന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കളക്ടറേറ്റ് വളപ്പിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ അവിടെ വലിയ തർക്കമുണ്ട്. തിരുവനന്തപുരത്ത് മതിൽ ചാടിക്കടന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്നതിന് ദൃശ്യങ്ങളും പ്രേക്ഷകർ കാണുന്നുണ്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും അതുപോലെ പാലക്കാട്ടുമൊക്കെ സംഘർഷ സാഹചര്യം ഇപ്പോഴും തുടരുകയാണ്. നേരത്തെ വയനാട്ടിൽ സംഘർഷമുണ്ടായിരുന്നു, കണ്ണൂര് സംഘർഷമുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് 10-15 തവണയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചത്. ഒടുവിൽ ജലപീരങ്കിയിൽ വെള്ളം തീർന്നതോടെ പ്രവർത്തകർ കൂടുതൽ പ്രതിഷേധത്തിന് എത്തുകയും അവർ ആ വളപ്പിലേക്ക് മതിൽ ചാടി കടക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതോടെ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ഇപ്പോൾ പോലീസ് ശ്രമം തുടരുകയാണ്. അതിൽ പൂർണ്ണമായും വിജയിച്ചു എന്ന് കരുതാൻ കഴിയില്ല. പാലക്കാട്ട് പ്രതിഷേധം ലാത്തിച്ചാർജിലാണ് കലാശിച്ചത്. ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കൊല്ലത്തും സമാന സാഹചര്യമാണ്. അവിടെയും പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയാണ്. അവരെ പോലീസ് തടഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്ത് എം ജി പ്രതീഷ് ചേരുന്നു. പ്രതീഷ്, മുഴുവൻ പ്രവർത്തകരെയും ഇപ്പോൾ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത വാഹനത്തിലേക്ക് കയറ്റുകയാണ്. അത് തടയാൻ ശ്രമം ഉണ്ടാകുമല്ലോ ഉറപ്പായും, അല്ലേ? വിജയകുമാർ, തീർച്ചയായും ഏകദേശം 1 മണിക്കൂറായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ഇവിടെ തുടരുകയാണ്. അപ്പോഴും അവർ പിന്തിരിഞ്ഞു പോകാൻ പ്രതീക്ഷ ഒരു നിമിഷം. കൊല്ലത്തും സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ്. അവിടെയും പോലീസ് ലാത്തി വീശുന്നുണ്ട്. അവിടെ പ്രവർത്തകർ പോലീസ് വലയം ഭേദിച്ച് കളക്ടറേറ്റ് വളപ്പിനകത്തേക്ക് തള്ളിക്കയറി. കുറെ പേർ കയറി, കുറെ ആളുകൾ പുറത്തു നിൽക്കുന്നു. പോലീസ് അവിടെ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ നന്നേ പാടുപെടുന്നത് ദൃശ്യങ്ങളിൽ കാണാം. പോലീസുമായി വലിയ ഉന്തും തള്ളുമാണ്. ഒരു ലാത്തി വീശൽ, ഒരു ലാത്തി ചാർജിലേക്കൊക്കെ അവിടെ പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ സംഘർഷം കൊല്ലത്ത് കളക്ടറേറ്റ് വളപ്പിലേക്ക് അതിൻ്റെ ഗേറ്റൊക്കെ കടന്ന് പ്രവർത്തകർ പ്രവേശിക്കുകയും ചെയ്തു. കുറേ പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഗേറ്റിന് മുന്നിൽ വലിയ ഉന്തും തള്ളും നടക്കുന്നുണ്ട്. പോലീസ് വലിയ ബുദ്ധിമുട്ടിലാണ് ഈ പ്രവർത്തകരെ അവിടെ നിയന്ത്രിക്കുന്നത്, തടയാൻ ശ്രമിക്കുന്നത്. പോലീസിൻ്റെ കയ്യിലുള്ള ലാത്തിയൊക്കെ പിടിച്ചു വാങ്ങാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിക്കുന്നു. പോലീസുമായി ഒരു ബലാബലം, ഒരു നേരിട്ട് ഏറ്റുമുട്ടലാണിത്. ഈ ദൃശ്യങ്ങൾ കാണാം കൊല്ലത്ത് ഇപ്പോൾ നടക്കുന്നത്. പാലക്കാട്ടൊക്കെ നമ്മൾ കണ്ടതുപോലെ കാഴ്ചയാണ് ഇപ്പോൾ കൊല്ലത്തും ആവർത്തിക്കുന്നത്. കഴിഞ്ഞ 1-2 മണിക്കൂറുകളായി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ, ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ മാർച്ച്, പ്രതിഷേധ മാർച്ച്, ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നടത്തുന്ന മാർച്ച് ഒട്ടുമിക്ക ജില്ലകളിലും വലിയ സംഘർഷത്തിൽ കലാശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കൊല്ലത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ പോലീസ് പ്രവർത്തകരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പ്രവർത്തകർ അതിന് വഴങ്ങുന്നില്ല. ഇപ്പോൾ ബലം പ്രയോഗിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. സലീം മാലിക് വിവരങ്ങൾ നൽകും കൊല്ലത്തുനിന്ന്. സലീം, എന്താണ് അവിടെ സംഭവിച്ചത്? ലാത്തി വീശിയോ പോലീസ്? ഒരു ഘട്ടത്തിൽ അങ്ങനെ ലാത്തി വീശി എന്ന് നമുക്ക് തോന്നിയിരുന്നു. അത്രത്തോളം വലിയ സംഘർഷം അവിടെ ഉണ്ടായിരുന്നു. വിജയകുമാർ, വലിയ സംഘർഷം യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിൽ, കൊല്ലത്ത് ജില്ലാ കളക്ടറിലേക്ക് നടത്തിയ മാർച്ചിൽ വലിയ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ പ്രവർത്തകർ ആദ്യം ഭാഗത്തു നിന്നുണ്ടായത് അത് പോലീസ് തടഞ്ഞെങ്കിലും പ്രവർത്തകരിൽ 4 പ്രവർത്തകർ ഈ മതിലിനപ്പുറത്തേക്ക് കടക്കുകയും ചെയ്തു. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തിനിടെ തൊട്ടപ്പുറത്തെ ഗേറ്റ് വഴി ആ പ്രവർത്തകരെ മോചിപ്പിക്കാൻ പോയതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. അങ്ങനെ നേരിട്ട് പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം, ഒരു വേള ലാത്തി വീശലിലേക്ക് പോലും എത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി. അതിനുശേഷം ഇപ്പോൾ ഒരു പ്രവർത്തകരെ ഈ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പ്രവർത്തകനെയും കൊണ്ടുപോകാൻ എടുത്ത ബസ് ഇപ്പോൾ തടഞ്ഞിട്ടിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ആ പ്രവർത്തകനെ മോചിപ്പിക്കാതെ ഇവിടെ നിന്നും ഈ വാഹനത്തിൽ നിന്ന് മാറില്ല എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ ഇവിടെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. വലിയ പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രതിഷേധം കൊല്ലം ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിലായി അരങ്ങേറിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഈ പ്രതിഷേധവുമായി ഇവിടേക്ക് എത്തുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ സമാധാനപരമായിരുന്നു ഈ പ്രതിഷേധം. അതിന് പിന്നാലെ പ്രവർത്തകർ കളക്ടറേറ്റിന്റെ മതിൽ ചാടിക്കടക്കാനുള്ള ശ്രമമാണ് സംഘർഷത്തിന് തുടക്കമിട്ടത്. അതിൽ 4 പ്രവർത്തകർ മതിൽ ചാടി കളക്ടറേറ്റിന്റെ അങ്കണത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ആ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് നീക്കം തടയാൻ തൊട്ടപ്പുറത്തെ വശത്തുള്ള ഗേറ്റിലൂടെ പ്രവർത്തകർ ഓടിയെത്തുകയായിരുന്നു. പിന്നീട് പോലീസും പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടലിന്റെ സാഹചര്യത്തിലേക്ക് കൂടി പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഈ വാഹനത്തിന് മുൻപിൽ ഈ വാഹനം വിട്ടു നൽകാതെ പ്രവർത്തകർ എത്തുകയാണ്. ഇപ്പോൾ വലിയ സംഘർഷത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ പോകുന്നു. ഈ അറസ്റ്റ് ചെയ്യുന്ന പ്രവർത്തകരെ അറസ്റ്റിന് വഴങ്ങുന്നില്ല എന്ന് മാത്രമല്ല, ആ പോലീസിൽ നിന്നും ആ പ്രവർത്തകരെ മോചിപ്പിക്കാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതോടുകൂടിയാണ്
ഈ സംഘർഷം വലിയ നിലയിലേക്ക് മാറുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ, യൂത്ത് കോൺഗ്രസിന്റെ കൊല്ലം ജില്ലാ അധ്യക്ഷൻ റിയാസ് ചിത്ര ഉൾപ്പെടെയുള്ളവർ നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഈ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള പ്രവർത്തകരിൽ നിന്നും മോചിപ്പിക്കുന്നത്. പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിൽ നിന്ന് പിറകിലേക്ക് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അറസ്റ്റിന് ഒരു വിധത്തിലും പ്രവർത്തകർ വഴങ്ങാത്തതോടെ പോലീസ് തൽക്കാലം ഒരു വിട്ടുവീഴ്ച ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ വാക്കേറ്റത്തിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഒരു പോലീസും പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ റിയാസ് ചിത്രയെ പോലീസ് ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് ഈ വാഹനത്തിലേക്ക് കയറ്റിയിട്ടുണ്ട്. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. പിരിഞ്ഞു പോകാനും കൂട്ടാക്കിയിട്ടില്ല. ഈ മറ്റു പ്രവർത്തകർ അറസ്റ്റിനും വഴങ്ങാത്തൊരു സാഹചര്യമുണ്ട്. ആ നിലയിൽ വലിയ സംഘർഷം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചധികം സമയമായി ഇവിടെ കൊല്ലത്തെ കളക്ടറേറ്റിന് മുൻപിൽ വലിയ സംഘർഷവും വലിയ വാക്കുതർക്കവും നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ വാഹനം, ഈ പോലീസിന്റെ വാഹനത്തിലേക്ക് കയറ്റിയ പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റാനും സാധിക്കാത്തൊരു സ്ഥിതി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം തൊട്ട് മുൻപിൽ ഈ വാഹനം തടഞ്ഞ് പ്രവർത്തകർ ഇട്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. മന്ത്രി വീണ ജോർജിന്റെ രാജിയിൽ കുറഞ്ഞതൊന്നും തങ്ങൾ അംഗീകരിക്കില്ല എന്ന നിലപാടാണ് യൂത്ത് കോൺഗ്രസിനുള്ളത്. സംസ്ഥാന വ്യാപകമായി തന്നെ അതിന്റെ ഭാഗമായി പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ്. എല്ലാ ജില്ലകളിലും കളക്ടറേറ്റിലേക്കും ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് മന്ത്രിയുടെ വസതിയിലേക്കുമാണ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് കൊല്ലത്ത് ജില്ലാ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഈ വിധത്തിൽ സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നിലവിൽ ഈ പ്രവർത്തകരെ പിരിച്ചുവിടാനായി ജലപീരങ്കി വാഹനം ഇവിടേക്ക് എത്തിച്ചിട്ടില്ല എന്നുള്ളതും ഒരു പ്രതിസന്ധിയാണ്. വലിയ പ്രതിസന്ധി വലിയ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം ഇപ്പോൾ അറസ്റ്റിന് വഴങ്ങാൻ പോലീസ് തന്നെ പ്രവർത്തകരോട് അപേക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മോശമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ലാത്തിവെച്ച് കുത്തി എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. അതിന്റെ കൂടി ഭാഗമായാണ് ഇപ്പോൾ ഈ പ്രവർത്തകർ ഈ നിലയിലേക്ക് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ കൊല്ലത്ത് പ്രവർത്തകരെ ഇപ്പോൾ ഏതാണ്ട് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. കൊല്ലത്ത് കളക്ടറേറ്റ് വളപ്പിലേക്ക് ചില പ്രവർത്തകർ ചാടിക്കടന്നു. അവിടെ ഇപ്പോൾ ആ വാഹനത്തിന് മുന്നിലിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അതിന് മുന്നിൽ നിൽക്കുന്ന പ്രവർത്തകരെ, അവിടെ ഇരുന്ന് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കുകയാണ്.